ഞങ്ങളുടെ KKP സാർ എങ്ങനെയാന്നോ, ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുക. ആണോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പൊടിയാടുന്നു. ഞങ്ങളുടെ PT സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ച് മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധാക്കല്ലേ മാധവൻകുട്ടി. എന്താ തൊട്ടാല് എന്താ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്. കഴുതെ, നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പൊടാസത്തെ. സൂത്രക്കുട്ടി, നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്? ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്? ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല കാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. അത് പോട്ടെ, ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ 5-ാം കാലില്ലേ, അത് തന്നെ. അത് വലുതായി വരുന്നു. അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തല കുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്? നമ്മുടെ ഔട്ട് ഹൗസിന്റെ 2-ാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, EMSനെ അല്ല AKGയെ, യേശുദാസിനെ അല്ല AM രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും ഒരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര പൊതുവാണ്. ഒരു പ്രദർശന വസ്തു, കല്ലോ കടലാസ് കീറോ പോലെ ആർക്കും എടുത്ത് പെരുമാറാവുന്നത്. മരണത്തോടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. വലിക്കോ? വടക്കിനിപ്പുര നഷ്ടപ്പെട്ടല്ല എനിക്ക് അധിക സങ്കടം. നമ്മൾ ചുവപ്പന്മാരുടെ ഒരു ഒളിത്തവളായിരുന്നു അത്. എന്നാലും ഗീതേ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ. ജനലഴികളിൽ കാല് കയറ്റി വെച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മൾ കാണുകയെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ.
സോറി. ഡിസ്റ്റർബൻസ് ആയോ? ഹേയ്, നന്നായി പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഓ, ഞാൻ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ. ആ, വെറുതെ ഒന്നുമല്ല. ഐ ലൈക്ക് ദ വേ യു പ്ലേ ദ പീസ്. റിയലി? സാക്സി കേട്ട നമ്പർ ഗിറ്റാറിൽ പ്ലേ ചെയ്ത് കേട്ടപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. Wow, that's great. Yeah, I'm a big fan of Kenny G. എന്തല്ലയാ? അളിയ, ഒരു ഹെൽപ്പ്. ഇത് ഏതാ ഐറ്റം? ഇതൊരു സാക്സോഫോൺ ആയിട്ടാണ് അളിയാ. ആരുടെ? ബൈ ദ ഗ്രേറ്റ് കെനി ജി. കെനി ജിയ? ജി അവന്റെ ഇനീഷ്യൽ ആണോ? വെച്ചിട്ടോ. Hi, I'm Riya. ഹായ്, ഐ എം ശ്രീധർ കൃഷ്ണ. So, what you do? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. Oh, come on. മനസ്സ് തോന്നുന്ന കുത്തിക്കുറിക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഞാനൊരു കഥാകാരനാണെന്നാണ്. കേട്ടിട്ടുണ്ടാവും, മൈ ബ്ലഡി മിസ്റ്റേക്സ്. Oh, you are Sridhar Krishna? മനസ്സിലായ? Oh, Christ. I can't believe this. അതിനുശേഷം പുതിയ ബുക്കൊന്നും കണ്ടില്ലല്ലോ. എന്ത് പറ്റി? It's more than 5 years, I think. ഒരു വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുക. കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം. Oh, okay. Hey, sweetie. Come. My baby, my sweetie. Hey, bye. ബൈ. Hey. പോയോ? ആ പട്ടിയുടെയൊക്കെ ഒരു ടൈം ഇരിക്കണ ഇടം എൻ്റെ അമ്മോ. അഞ്ജുവിൻ്റെ റിലേറ്റീവോ? ആയിരുന്നു റോയ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ദേ ഗോട്ട് ഡിവേഴ്സ്ഡ്. അയാളിപ്പോൾ വേറൊരു റിലേഷനിൽ. ഓ, അപ്പൊ അതാണ് ഈ ഡോളി. അവരുടെ പേരിൽ അയാൾ ഈ ഹെയർ ഫിക്സിംഗ് ഫേം തുടങ്ങുന്നത്, റൈറ്റ്? അതിൻ്റെ ഇവന്റ് മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇൻട്രസ്റ്റിംഗ്. പേഴ്സണലി അഞ്ജുവും അയാളും അത്ര നല്ല ടേംസിലെല്ലാം തോന്നുന്നു, അല്ലേ? അതല്ല, അയാളൊരു ക്യാരക്ടർ. എനിവേസ്, അത് നമ്മുടെ വിഷയമല്ല. കേട്ടിടത്തോളം ആള് കൈ കാശുള്ളൊരു മണ്ടനാ. അയാളെ ഒന്ന് കയ്യിലെടുത്താൽ ലോങ് ടേമിൽ നമുക്കത് ഗുണം ചെയ്യും. അതിന് എന്താ ഒരു വഴി? ഞാൻ പറഞ്ഞില്ലേ റോയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. ജനിക്കുന്ന കുട്ടിയെ പോപ്പ് സ്റ്റാർ ആക്കണമെന്നായിരുന്നു അയാൾക്ക്. അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റിയെ ഡിവോഴ്സ് ചെയ്ത്. പിന്നെ ആളൊരു ശങ്കർ ഫാനാ. ശങ്കർ? യു മീൻ ഡയറക്ടർ ശങ്കർ? അല്ല, ആക്ടർ ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. Okay, Roy. Please sign it when you get time. അഞ്ജന, സ്ത്രീകളെപ്പോഴും സാരി ഇങ്ങനെ കൊടുക്കുന്ന നല്ലത്. ഈ നാട്ടിൽ എങ്ങനെയാ ജീവിക്കുന്നത്? എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ 1.5 മണിക്കൂർ എടുത്തന്നേ. മുക്കിന് ട്രാഫിക് സിഗ്നലും കുണ്ടും കുഴിയൊക്കെയാ. ഇതിനൊക്കെ എങ്ങനെയാ റോഡെന്ന് പറയുന്നേ? അതൊക്കെ നമ്മുടെ ദുബായില്. അവിടെ റോഡിലേക്ക് നോക്കി മുടി ചെയ്യാം, കണ്ണാടി പോലെ കിടക്കുന്നേ. പിന്നെ ഡേസിയെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. നിങ്ങൾക്കറിയോ ഞങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന്? ഇല്ല. 4, 5, 10. കണ്ടാ പറയില്ല, എനിക്കറിയാം. എൻ്റെ ഓർമ്മയിലെ ഞങ്ങൾ ആകെ വഴക്കിടുന്ന ഒരൊറ്റ കാര്യത്തിനാണ്. ദുബായി കാണുന്ന മുഴുവൻ ഞാൻ എവൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് പറഞ്ഞ അതൊരു തെറ്റാണോ എന്തു? ആണോ അഞ്ജു? ഓ, എന്നാ ചൂടായത്? ഓ, എന്ന് പറഞ്ഞു വെറുതെ ഇങ്ങനെ കാശൊക്കെ ചെലവാക്കണോ? ഇല്ലേ? എടി, ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ പിന്നെ ആർക്കാ? എന്നാലും മേനോൻ ഇത് എന്തിന്റെ കേടാ? ഇത്രയും സുന്ദരിയായ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോൾ ഞാനങ്ങ് ഷോക്കായി പോയി. ഡേസി എനിക്കെല്ലാം മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു. എന്നെ പേടിയാ.
ആ ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണാനിരിക്കുക. ഓ അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ? അങ്ങനെയാണെങ്കിൽ ഇച്ചായനൊരു കാര്യം ചെയ്യാം. ആ ശ്രീധരനെ ഒന്ന് ഉപദേശിക്ക്. അഞ്ജുവിന്റെ കാര്യം അതിലും കഷ്ടാ. പിന്നെ എനിക്കറിയില്ലേ, അതും ഡേസി മേലെ ചെയ്തിരുന്നു. കഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ല. ആ പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഉള്ളിലുള്ളതൊക്കെ ആരെങ്കിലും കേട്ടൊന്ന് ഷെയർ ചെയ്തപ്പോൾ ഒരു സമാധാനമായില്ലേ? തോമസ് എപ്പോഴാ തിരിച്ചു പോകുന്നേ? എത്രയും പെട്ടെന്ന്. ഓ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. ഇച്ചായൻ നാട്ടിലെത്തിയപ്പോ മുതല് ആകെ റെസ്ലെസ്സാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവിടെ ഇപ്പൊ വെള്ളവും കറണ്ടും എങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഷോ അതും പോയോ? ഇച്ചായ സൂക്ഷിച്ച്. വീണില്ല.